കെ.എം. ഉമേഷിലേക്ക് പോകുമ്പോൾ ഉമേഷ്, എന്താണ് നിലവിൽ എറണാകുളത്തെ കാലാവസ്ഥ? മലയോര മേഖലകളിൽ, തീരദേശ മേഖലകളിൽ ഇന്ന് യെല്ലോ അലേർട്ടാണ് ജില്ലയിൽ പ്രഖ്യാപിച്ചിട്ടുള്ളത് എങ്കിൽ പോലും പൊതുവെ പരക്കെ മഴയ്ക്കുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. വിനിഷ, എറണാകുളത്ത് പുലർച്ചെ മുതൽ ശക്തമായ മഴ തന്നെയാണ്. യെല്ലോ അലർട്ടായിരുന്നു നേരത്തെ പറഞ്ഞിരുന്നെങ്കിലും അല്പം മുമ്പ് അലർട്ട് മാറിയിട്ടുണ്ട്. 7 മണി മുതൽ അടുത്ത 3 മണിക്കൂർ നേരത്തേക്ക് ജില്ലയിൽ ഓറഞ്ച് അലർട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അതിന് സമാനമായ ഓറഞ്ച് അലർട്ട് സാഹചര്യം തന്നെ ഉണ്ട് ജില്ലയിൽ എന്ന് നമുക്ക് പറയാം. കാരണം പുലർച്ചെ മുതൽ ഇപ്പോൾ ഈ മഴ പെയ്യുന്നത് അത് പുലർച്ചെ മുതൽ ഇങ്ങനെ ഇതേ അവസ്ഥയിൽ തന്നെയാണ്. ഇതുവരെ ഒരു തെളിഞ്ഞു കണ്ടിട്ടില്ല. ശക്തമായ മഴ തുടരുകയാണ്. ഞാൻ നിൽക്കുന്നത് നഗരത്തിലെ ഈ MG റോഡിലാണ്. ഈ ഒരു പ്രത്യേകത എടുത്തു പറയേണ്ടത് എന്തെന്നാൽ, ഈ MG റോഡൊക്കെ സ്ഥിരമായി വെള്ളക്കെട്ടുണ്ടാകുന്നൊരു പ്രദേശമാണ്. അത് കാലവർഷം എത്തും മുൻപേ സാധാരണ ഒറ്റ മഴ പെയ്താൽ പോലും വെള്ളക്കെട്ടിനാൽ നിറയുന്നൊരു പ്രദേശമാണ് ഈ നഗരത്തിലെ MG റോഡ് പ്രദേശമൊക്കെ. പക്ഷേ ഇപ്പോൾ നമുക്ക് കാണാം, വെള്ളക്കെട്ടൊന്നും തന്നെയില്ല. ഈ കോർപ്പറേഷൻ്റെ ഓപ്പറേഷൻ ബ്രേക്ക് ത്രൂ പോലെയുള്ള പദ്ധതികൾ അത് വിജയമായി എന്നതിൻ്റെ കൃത്യമായ നേർക്കാഴ്ചയാണ് ഈ കാണുന്നത്. എവിടെയും വെള്ളക്കെട്ടില്ല. ശക്തമായ മഴ കഴിഞ്ഞ ഒരാഴ്ചയോളമായി ശക്തമായ മഴ എറണാകുളം ജില്ലയിൽ തുടരുന്നുണ്ട്. പ്രത്യേകിച്ച് നഗരത്തിലൊക്കെ ശക്തമായ മഴയുണ്ട്. പക്ഷേ വെള്ളക്കെട്ട് കാര്യമായി ഇല്ല എന്നുള്ളത് എടുത്തു പറയാവുന്ന ഒന്നാണ്. ജനങ്ങൾക്ക് ആ തരത്തിലൊരു ദുരിതം ഇവിടെ ഈ നഗരത്തിൽ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടില്ല. പക്ഷേ പലയിടത്തും ഒറ്റപ്പെട്ട ഇടങ്ങളിലൊക്കെ വെള്ളക്കെട്ടുണ്ടാകും. താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ടുണ്ടാവുക സ്വാഭാവികവുമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ജില്ലയിൽ തീവ്രമഴ ഒക്കെയുള്ള സാഹചര്യത്തിൽ ഡാമുകളൊക്കെ അതിവേഗം നിറയുന്ന ഒരവസ്ഥയുണ്ട്. ഈ ഡാമുകൾ നിറയുക എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ഈ ഭൂതത്താൻകെട്ട് പോലെയുള്ള പ്രദേശങ്ങൾ, ഭൂതത്താൻകെട്ട്, നേര്യമംഗലം, കോതമംഗലം, അങ്ങനെ ജില്ലയുടെ കിഴക്കൻ പ്രദേശങ്ങളിലൊക്കെ ശക്തമായ മഴ തുടരുകയാണ്. അതുകൊണ്ട് അവിടെയൊക്കെ ഡാമുകൾ വളരെ വേഗം നിറയുന്നു. പ്രത്യേകിച്ച് എറണാകുളം ജില്ലയിലെ പ്രധാനപ്പെട്ട ഡാമായ ഇടമലയാർ ഡാം, അത് കഴിഞ്ഞ വർഷമൊക്കെ ജൂലൈ പകുതിയോടെയാണ് ഇപ്പോഴുള്ള ഈ ജലനിരപ്പിലെത്തിയത്. അതായത് ഏതാണ്ട് 40% വെള്ളം കഴിഞ്ഞ വർഷം ജൂലൈ പകുതിയോടെയൊക്കെയാണ് എത്തിയത്. പക്ഷേ ഇന്നിപ്പോൾ ഈ ജൂൺ മാസം ആകുമ്പോഴത്തേക്കും ആ ഒരു നിലയിൽ ജലനിരപ്പുണ്ട് എന്നുള്ളതാണ്. അതായത് ഒരു 10 ദിവസം കൂടി ഇതുപോലെ മഴ പെയ്താൽ 50% ജലനിരപ്പ് ഉയരും എന്നുള്ളതാണ്. 169 മീറ്ററാണ് അവിടുത്തെ പരമാവധി ശേഷി. ഇപ്പോൾ 140 മീറ്റർ ഉയരത്തിൽ വെള്ളമുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ വളരെ വേഗം നിറയുന്നു. ഭൂതത്താൻകെട്ട് അണക്കെട്ടിൻ്റെ 15 ഷട്ടറുകളും കഴിഞ്ഞ 3 ദിവസമായി തുറന്നിട്ടിരിക്കുകയാണ്. അവിടെ 34 മീറ്ററാണ് പരമാവധി സംഭരണശേഷി. അതിപ്പോൾ 29 ക്രമീകരിച്ച് നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ നീരൊഴുക്ക് വളരെ ശക്തമാണ് പെരിയാറിൽ. അതുകൊണ്ട് തന്നെ ജലനിരപ്പ് ഉയരുന്നുണ്ട്. പക്ഷേ എവിടെയും ആശങ്കാജനകമായ സ്ഥിതിയില്ല. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ, താഴ്ന്ന പ്രദേശങ്ങളിൽ, ഈ പുഴയോരത്ത് മാത്രം അല്പം വെള്ളം ഉയർന്ന വീടുകളിലൊക്കെ വെള്ളം കയറിയിട്ടുണ്ട്. മറ്റ് ജില്ല നേരിടുന്ന മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം ഈ കടലാക്രമണമാണ്. അത് ഈ ചെല്ലാനം പഞ്ചായത്തിലെ കണ്ണമ്മാലി, ഒപ്പം ഈ എടവനക്കാട്, നായരമ്പലം ഭാഗങ്ങളിലൊക്കെയാണ് ഈ കടലാക്രമണം രൂക്ഷമായിരിക്കുന്നത്. അത് ചെല്ലാനത്തെ ടെട്രാപോഡൊക്കെ ഉള്ളതുകൊണ്ട് കടലാക്രമണത്തെ ചെറുക്കാൻ ഭംഗിയായി കഴിയുന്നുണ്ട്. പക്ഷേ കണ്ണമ്മാലിയിൽ അതല്ല സ്ഥിതി. അവിടേക്ക് തിരയടിച്ച് കയറുകയാണ്. പല വീടുകളിലും വെള്ളം കയറിയിട്ട് ഏതാണ്ട് നിരവധി ദിവസങ്ങളായിട്ടുണ്ട്. അതൊരു പ്രശ്നമായി നിലനിൽക്കുന്നു. അത് ഈ കടലാക്രമണം രൂക്ഷമാവുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടാണ്. അത് ഈ മഴ കുറയുന്നതോടെ അതിനും ശമനമുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അത്തരത്തിൽ എറണാകുളം ജില്ലയിൽ മഴ മാറി നിന്നിട്ടില്ല. ഇന്ന് പുലർച്ചെ മുതൽ അത് ശക്തമായി തുടരുക തന്നെയാണ്. വിനിഷ. ശരി, ഉമേഷാണ് എറണാകുളം ജില്ലയിൽ നിന്നുള്ള കാലാവസ്ഥയുടെ സമഗ്രമായ വിശദാംശങ്ങൾ പങ്കുവച്ചത്.